ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വാഴയിലെ സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ വേണ്ട. നല്ല ഫ്രഷ് ആവോലിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് വാഴയിലൊന്ന് പൊള്ളിച്ചെടുത്താലോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ മസാല നല്ലോണം മീനിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. മീനെല്ലാം നല്ല മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം വാഴയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊരു ഇലയും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം മൂടി മാറ്റാം. എന്നിട്ട് മുകളിൽ വെച്ച ഇലയും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. അതിൻ്റെ വെള്ളം വറ്റാനാണ്. ഈ ഭാഗത്തും വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ വാഴയില മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വാഴയിലെ സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിന് കുറച്ച് വെളിച്ചെണ്ണയും വേണ്ട.